ഹായ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന ചാപ്റ്ററിലെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്നുള്ള ഭാഗമാണ്. അഥവാ ഒരു കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ കമ്പനി ഇൻട്രസ്റ്റ് നൽകേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Debentures constitute loan or borrowed capital. Therefore, a company is required to pay a fixed rate of interest on debentures at coupon rate. ഒരു കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തായിരിക്കണം, നൽകിയിരിക്കണം എന്നുള്ളതാണ്. ജനറലി ഇൻട്രസ്റ്റ് മേ ബി പെയ്ഡ് ആനുവലി ഓർ ഹാഫ് ഇയർലി. ഇൻട്രസ്റ്റ് നൽകുന്നത് ഹാഫ് ഇയർലിയിലോ അല്ലെങ്കിൽ ആനുവൽ പീരീഡ് ഓഫ് ടൈമിലോ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് നൽകുന്നത്. ജനറലി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് പെയ്ഡ്. ജനറലി ഇൻട്രസ്റ്റ് നൽകുന്നത് ഹാഫ് ഇയർലിയിലാണ്. എയ്തർ ഓൺ 31st March ആൻഡ് 30th September ഓർ on 30th June and 31st December every year. Interest payable on debenture is charged against profit. This means that company must pay fixed rate of interest when there is profit or not. ഒരു ഡിബഞ്ചർ ഹോൾഡർക്ക് ഒരു കമ്പനി ഇൻട്രസ്റ്റ്, അവരുടെ ഫിക്സഡ് റേറ്റ് ഓഫ് ഇതിലുള്ള ഇൻട്രസ്റ്റ് നൽകൽ എന്ന് പറയുന്നത് നിർബന്ധമാണ്. അവിടെ പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവർക്ക് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നൽകണം എന്നുള്ളത് നിർബന്ധമാണ്. ദ കമ്പനി ഈസ് ആൾസോ റിക്വയർഡ് ടു ഡിഡക്റ്റ് ഇൻകം ടാക്സ് അറ്റ് ദ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഓഫ് ബിഫോർ പേയിങ് ഇൻട്രസ്റ്റ് ടു ഡിബഞ്ചർ ഹോൾഡർ. ഡിബഞ്ചർ ഹോൾഡർക്ക് ഇൻട്രസ്റ്റ് നൽകുന്നതിന് മുമ്പ് പ്രിസ്ക്രൈബ്ഡ് റേറ്റിലുള്ള ഇൻകം ടാക്സ് കമ്പനി ഗവൺമെൻറ്റിന് അടച്ചിരിക്കണം, അഥവാ ഇൻകം ടാക്സ് അടിച്ചിരിക്കണം അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. The amount of tax so deducted has to deposited with the government. The present income tax rate is 10% for listed debentures and 20% for unlisted debentures. പ്രസൻറ്റ് ഇൻകം ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ലിസ്റ്റഡ് ഡിബഞ്ചേഴ്സിന് 10%, അൺലിസ്റ്റഡ് ഡിബഞ്ചറിന് 20%. ദ ഗ്രോസ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ ഗ്രോസ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ടാക്സ് കളക്റ്റഡ് ഫ്രം ദ ഡിബഞ്ചർ ഹോൾഡർ ആൻഡ് പേയബിൾ ടു ദ ഗവൺമെൻറ് നമ്മൾ എന്ത് ചെയ്യും, ആ സോഴ്സിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഡിഡക്റ്റ് ചെയ്യും. ഈസ് ഷോൺ ഓൺ ബാലൻസ് ഷീറ്റ് അണ്ടർ ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് സൈഡിൽ, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റീസിൻ്റെ അണ്ടറിലാണ് ഈ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് ആൾവേസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ഫേസ് വാല്യൂ, നോട്ട് ഓൺ ദ ഇഷ്യൂ പ്രൈസ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് നമ്മൾ എല്ലായ്പ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിലാണ്, ഫേസ് വാല്യൂവിലാണ്, ഇഷ്യൂ പ്രൈസിലല്ല. അഥവാ നമ്മൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാലും ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫേസ് വാല്യൂവിലാണ് എന്നുള്ളതാണ്. It implies that issue of debenture at a discount or at a premium will not make any difference in the amount of interest. ഇത് സൂചിപ്പിക്കുന്നത്, അഥവാ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലോ പ്രീമിയത്തിലോ ആവട്ടെ, അതെന്ത് ചെയ്യില്ല, നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു മാറ്റവും വരുത്തില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ജേണൽ എൻട്രീസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. When the interest is due, ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇൻകം ടാക്സ് പേയബിൾ. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എത്ര ശതമാനമാണോ നമ്മൾ ഇൻട്രസ്റ്റ് നൽകുന്നത്, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത്, അത് ടോട്ടൽ എമൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡർക്ക് എത്ര നൽകണം, ഇൻകം ടാക്സിന് എത്ര നൽകണം എന്നുള്ളത്.
വെൻ ടാക്സ് ഈസ് പെയ്ഡ്, ടാക്സ് പെയ്ഡ് ചെയ്യുമ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എറ്റർ ടു ബാങ്ക്. ഇവിടെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എറ്റർ ടു ബാങ്ക് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ പെയ്ഡ് ചെയ്യുമ്പോൾ, മറ്റേ ഡ്യൂ ആകുമ്പോൾ ഇവിടെ പെയ്ഡ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ഇസ് ഫോർ ക്ലോസർ ഓഫ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്നുള്ളതാണ്. ഡിബഞ്ചർ ഓഫ് ഇൻട്രസ്റ്റ് ക്ലോസർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇത്. നെക്സ്റ്റ് ഇസ് ഓൺ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇൻകം ടാക്സിന് പേയ്മെൻറ്റ് ഓഫ് ഇൻകം സോഴ്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് എറ്റർ ടു ബാങ്ക്. ഇത്രയാണ് ഇതിലെ ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്. നോ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഓൺ ഡിബഞ്ചർ ഇഷ്യൂഡ് ആസ് കൊളാട്രൽ സെക്യൂരിറ്റി. ഡിബഞ്ചർ കൊളാട്രൽ സെക്യൂരിറ്റിയുടെ പുറത്താണ് നമ്മൾ നൽകുന്നതെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യില്ല, നമ്മൾ നൽകില്ല. ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ, നോ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഓൺ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ആസ് എ കൊളാട്രൽ സെക്യൂരിറ്റി. ഇത്രയാണ് ഇതിൻ്റെ ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്രൂഡ് ബട്ട് ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള ഭാഗം നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്രൂഡ് ബട്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് പേയബിൾ ഓൺ സ്പെസിഫിക് ഡേറ്റ്, say 31st December and 30th June each year. If interest on this date is not paid, then it will be treated as interest accrued or outstanding. നമ്മൾ ഒരു കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവർ പറയുകയാണ്, ഇൻട്രസ്റ്റ് നൽകുന്ന ഡേറ്റ് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ 31st December ആൻഡ് ഓർ 30th June ഓഫ് ഈച്ച് ഇയർ എന്ന് പറയുകയാണെങ്കിൽ ഈ ഇൻട്രസ്റ്റ് അതാത് ഡേറ്റിൽ, ആ ഒരു സമയത്ത് ആ സ്പെസിഫിക് ഡേറ്റിൽ നമ്മൾ നൽകിയിട്ടില്ലെങ്കിൽ ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓർ ഔട്ട്സ്റ്റാൻഡിങ്. ഇത് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾക്ക് ലഭിക്കുക. ഇഫ് ദിസ് എമൗണ്ട് റിമൈൻസ് അൺപെയ്ഡ് ഓൺ ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് വരെ ഇത് അൺപെയ്ഡ് ആയിട്ടിരിക്കുകയാണ്, ദെൻ ഇറ്റ് വിൽ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ആൻഡ് നോൺ കറൻറ്റ് ലയബിലിറ്റീസ്. ഇത് ലയബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ നോൺ കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് നമ്മൾ എന്തെങ്കിലും ലോങ് ടേം ബോറോങ്സിൻ്റെ സബ് ഹെഡിങ്ങിൽ വരും എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്രൂഡ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫ്രാക്ഷൻ ഡിബഞ്ചേഴ്സ്. എന്താണ് ഫ്രാക്ഷൻ ഡിബഞ്ചർ? Under certain circumstances, the problem of fraction debentures arises. This problem arises particularly when debentures are issued for consideration other than. The question of fraction debenture is mainly arises under the following two circumstances. Issue of debenture to vendor for asset purchase. Issue of debentures to seller for a purchase of renting business. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് ഫ്രാക്ഷൻ ഷെയർ ഡിബഞ്ചർ എന്നുള്ളത്? ഫ്രാക്ഷൻ ഷെയർ എന്താണെന്ന് പറഞ്ഞു, ഒരു യൂണിറ്റ് ഓഫ് ഷെയർ, അഥവാ ഒരു ഷെയറിൻ്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രാക്ഷൻ ഷെയർസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഫ്രാക്ഷൻ ഡിബഞ്ചർ. അപ്പോൾ ഡിബഞ്ചർ മെയിൻലി അറൈസസ് അണ്ടർ ദ ഫോളോയിങ്. ഫ്രാക്ഷൻ ഡിബഞ്ചേഴ്സിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അത് അറൈസ് ചെയ്യുന്നത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ടു വെണ്ടർ അസറ്റ് പർച്ചേസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ടു സെല്ലർ ഫോർ പർച്ചേസ് റണ്ണിങ് ബിസിനസ്. ഇനി നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. AB Limited issued 10% ഡിബഞ്ചർ. AB Limited 10% ഡിബഞ്ചർ എന്ത് ചെയ്തു, ഇറക്കി. എത്ര രൂപ വിലയുള്ള? 100 രൂപ വിലയുള്ള. 1st January 2020 at discount of 10% redeemable at a premium of 10%.
1 ജാനുവരി 2020 ഇഷ്യൂ ചെയ്യുന്നത് 10% ഡിസ്കൗണ്ടിലും റിഡീം ചെയ്യുന്നത് 10% പ്രീമിയത്തിലുമാണ്. ദ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആർ പെയ്ഡ് ഹാഫ് ഇയർലി ഓൺ ജൂൺ 2020. ഇൻട്രസ്റ്റ് പെയ്ഡ് ചെയ്യുന്നത് ഹാഫ് ഇയർലി ആയിട്ടാണ് ജൂൺ 2020 അതുപോലെ തന്നെ ഡിസംബർ 2020. അപ്പോൾ ഇതിൻ്റെ ജേർണൽ എൻട്രീസ് ഫസ്റ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എഴുതണം. ഇഷ്യൂ ചെയ്യുന്നത് 10,000 ഡിസ്കൗണ്ടിലാണ്, റിഡീം ചെയ്യുന്നത് 10% പ്രീമിയത്തിലാണ്. ഇവിടെ 1/1/2020 ഡേറ്റ് കോളത്തിൽ നമ്മൾക്ക് ഡേറ്റ് നൽകിയത് കൊണ്ടാണ് 1/1/2020 ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു 10% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ്. ആപ്ലിക്കേഷന് അലോട്ട്മെൻറ്റ് എല്ലാം ഒരേ സമയത്ത് തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു 10% ഡിബഞ്ചർ ആൻഡ് ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ്. ഇവിടെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 10,000 ഷെയർസാണ്, പക്ഷേ 10% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 10,000 ഇൻറ്റു 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 99 lakh. അപ്ലിക്കേഷൻ മണി നമ്മൾക്ക് എന്ത് ചെയ്യും, റിസീവ് ചെയ്തു. ഇനി ഡിബഞ്ചർ ആപ്ലിക്കേഷൻ നമ്മൾ ഇവിടെ റിഡീം ചെയ്യുന്നത് 10% പ്രീമിയത്തിലാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ 2 തരത്തിലുള്ള എൻട്രി അല്ലേ, 10% ലോസ് സംഭവിക്കുന്നു, അതോടൊപ്പം തന്നെ 10% റിഡീം ചെയ്യുമ്പോഴും 10%. അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ 20. ഐ തിങ്ക് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു 9 lakh അല്ലേ. ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് സമയത്ത് നമ്മൾക്ക് എത്ര വന്നു, 9 lakh വന്നു. ഇനി 10% ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ അഥവാ 10 ഇൻറ്റു 90 10 ഇൻറ്റു അത് 10,000 1 lakh വരും. 10,000 എന്ന് പറയുന്നത് 10 ഇൻറ്റു 10 1 lakh. അതോടൊപ്പം തന്നെ നമ്മൾ എന്തും കൂടി വരുന്നുണ്ട്, പ്രീമിയത്തിൽ ഇഷ്യൂ വരുമ്പോൾ പ്രീമിയത്തിൽ റിഡീം ചെയ്യുമ്പോൾ വരുന്ന കമ്പനിക്കുള്ള നഷ്ടമാവും. അപ്പോൾ അവിടെയും 10% ആണ്. 10% 10 ഇൻറ്റു 1 lakh ദാറ്റ് ഈസ് ഈക്വൽ ടു ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ദാറ്റ് ഈസ് 2 lakh. ദെൻ 2 ഡിബഞ്ചേഴ്സ് ടു 10% ഡിബഞ്ചർ. 10% ഡിബഞ്ചറിലേക്ക് നമ്മൾ എത്ര മാറ്റുന്നു, 10 lakh. ദെൻ ടു പ്രീമിയം ഓൺ റിഡംഷൻ. റിഡംഷനിൽ വരുന്ന പ്രീമിയം എമൗണ്ട് 1 lakh. അലോട്ട്മെൻറ്റ് ഓഫ് ഡിബഞ്ചർ അറ്റ് 10% ഡിസ്കൗണ്ട് ആൻഡ് റിഡംഷൻ പ്രീമിയം അറ്റ് 10%. ഇനി നമ്മൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് നൽകുന്നത് 30th ജൂണിലാണ്. അപ്പോൾ 30/6/2020 ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ ഇൻട്രസ്റ്റ് നൽകുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10% ഡിബഞ്ചറാണ് എന്നുള്ളത്. അപ്പോൾ 100 രൂപയുടെ അപ്പോൾ എത്ര വരും, 50,000 rupees. നെക്സ്റ്റ് ഇസ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 50,000. നെക്സ്റ്റ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു. അപ്പോൾ ഇതേ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 31st ഡിസംബറിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഇതേ ഒരു അക്കൗണ്ട് തന്നെ എൻട്രി തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ദെൻ പ്രോഫിറ്റ് ഓൺ ലോസ് അക്കൗണ്ട് ടു. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്ററിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ടു ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 lakh ടു ഡിബഞ്ചർ ഇൻട്രസ്റ്റ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.